എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലൂഫിയും ടീമും അവരാണെങ്കിൽ ആ സോംബികളെ മുഴുവൻ ആറഞ്ചം പോറഞ്ചം ഇടിച്ച് ഒരു മൂലക്ക് ഇരുത്തിയിരിക്കുകയാണ്. അവര് പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങള് ആളറിയാതെയാണ് നിങ്ങളെ അറ്റാക്ക് ചെയ്തത്, ഞങ്ങൾ ആക്ച്വലി സോംബീസ് ആണ്. ഒരുപാട് വർഷക്കാലമായി ഞങ്ങൾ ഈ മണ്ണിനടിയില് അങ്ങനെ കിടക്കുന്നു. അതിന് ലൂഫി അവൻ ചോദിക്കും, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരേ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു നീണ്ട മൂക്കൻ, മറ്റൊരു റെക്കൂൺ ഡോഗ്, ഒരു സുന്ദരിയായ പെൺകുട്ടി, ഇവര് മൂന്നുപേരും ഇതുവഴി കടന്നു പോയിരുന്നോ? ഉടനെ സോംബീസിന് കാര്യം പിടികിട്ടും. അവര് കാഷ്വലായിട്ട് പറയും, ചിലപ്പോ പോയിട്ടുണ്ടാവും, ചിലപ്പോ പോയിട്ടുണ്ടാവില്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. അപ്പോഴായിരിക്കും ലൂഫി അവരുടെ ലിപ്സ് ശ്രദ്ധിക്കുക. അതാരോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അതിനർത്ഥം ഇൻഫർമേഷൻസ് ഒന്നും തന്നെ പുറത്തു പോവാതിരിക്കാൻ മറ്റാരോ ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ്. ലൂഫി ഉടനെ അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ കയ്യിലിടിക്കാൻ തുടങ്ങും. അടുത്ത സെക്കൻഡ് അവർ നിലവിളിച്ചു പറയും, അതെ ഞങ്ങൾ കണ്ടു, 2-3 പേര് അവർ ഇതുവഴി തന്നെയാണ് പോയത്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ആശ്വാസമാവും. അവൻ പറയും, അവര് 3 പേരും ഞങ്ങളുടെ ടീംമേറ്റ്സ് ആണ്. നിങ്ങൾ അവരെ എന്തെങ്കിലും ചെയ്തോ, പേടിപ്പിക്കോ, അറ്റാക്ക് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ആ ചോദ്യത്തിന് മുൻപിൽ അവർ വീണ്ടും ഷോക്കാവും. ഒരുത്തനാണെങ്കിൽ പേടിച്ച് ഇപ്പോഴെ തലയൊക്കെ ഊരി മാറ്റി വെക്കുകയാണ്. ഉടനെ അവരെല്ലാവരും ഇപ്പൊ കൈ ഉയർത്തി പറയും, അയ്യോ ഇല്ല ഇല്ല, ഞങ്ങൾ അവരെ ഒന്നും ചെയ്തില്ല, അവർ ഇതുവഴി വന്നു, അങ്ങനെ കടന്നുപോയി, ഞങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ലൂഫിക്ക് കാര്യം പിടികിട്ടും, ഇവര് പറയണത് കള്ളമാണെന്ന്. ലൂഫി അവരോട് പറയും, സത്യം പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് കൈയും വായും തലയൊന്നും ബാക്കി ഉണ്ടാവില്ല. അതിനവര് പറയും, ഇവനാണ് ഇടിച്ചത്, അല്ല അവനാണ് ഇടിച്ചത് എന്നിങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. അത് കേൾക്കുമ്പോൾ തന്നെ ലൂഫിക്ക് കാര്യം മുഴുവനായിട്ടും മനസ്സിലാവും, നമ്മുടെ ആൾക്കാരെ ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് ലൂഫിയും ടീമും അവരെ എല്ലാവരെയും എടുത്തിട്ടിടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാര് ഇപ്പൊ മാൻഷനിലേക്ക് പോകും. അപ്പൊ അവിടുന്ന് സൂം ചെയ്ത് ആ സോംബീസിനെ കാണിക്കും. അവറ്റകളെ എല്ലാം തന്നെ തല കീഴായി ഭൂമിയിൽ കുത്തി നിർത്തിയിരിക്കുകയാണ്. ലൂഫിയും ടീമും നടന്ന് ആ മാൻഷന്റെ തൊട്ട് മുൻപിലെത്തും. ഗേറ്റ് ഒക്കെ ചവിട്ടി തുറന്ന് ഫുൾ പവറിൽ അങ്ങനെ മാൻഷന്റെ അകത്തേക്ക് വരികയാണ്. ജോറോ പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, ഇങ്ങനെയുള്ള സമയത്ത് എപ്പോ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും അറ്റാക്ക് ഉണ്ടാവാം. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതൊന്നും കേട്ട് യാതൊരു ഭയവും ഇല്ല. അപ്പൊ വയസ്സായിട്ടുള്ള ഒരാള് ഇപ്പൊ നമ്മുടെ ആൾക്കാർ അടുത്തേക്ക് വരും. ആള് പറയും, നിങ്ങൾ ആ സോംബികളെ ഇടിച്ചു പഞ്ചറാക്കിയത് ഞാൻ കണ്ടു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കും ഒരു സഹായം ചെയ്തൂടെ? ഉടനെ സാഞ്ചി ആണെങ്കിൽ ആ അപ്പൂപ്പനെ കണ്ട് ഷോക്കാവും, നിങ്ങൾ സോംബി അല്ലേ, നിങ്ങളെ കാണുമ്പോ സോംബിയെ പോലെ തന്നെ ഉണ്ട്. അതിന് അപ്പൂപ്പൻ പറയും, അയ്യോ അല്ല അല്ല, ഞാൻ സോംബി ഒന്നും അല്ല, എനിക്ക് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റിയാണ് ഞാൻ ഈ രൂപത്തിലായത്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ ചോദിക്കും, ഓക്കെ നിന്റെ പ്രശ്നം എന്താണ്? അപ്പോഴായിരിക്കും അപ്പൂപ്പൻ പറയാ, നിങ്ങൾ ഒരാളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം, അങ്ങനെ തോൽപ്പിക്കുകയാണെങ്കിൽ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അത് ശരിക്കും വലിയ സഹായമായിരിക്കും, എനിക്ക് എന്റെ ഷാഡോയും തിരികെ പിടിക്കാൻ കഴിയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. എന്ത് ഷാഡോയോ? നിന്റെ ഷാഡോയും മോഷ്ടിച്ചോണ്ട് പോയെന്നോ? ലൂഫി ആ വിളക്കെടുത്ത് അവന്റെ കൈയുടെ അടുത്തേക്ക് അടുപ്പിക്കും. അവനും ഇപ്പൊ ഷാഡോ കാണാനുണ്ടാവില്ല. കമോൺ, ആരാണെന്ന് പറയൂ നിന്റെ ഷാഡോ അതെടുത്തത്. അതിന് അപ്പൂപ്പൻ പറയും, ഗക്കോ മുറിയ, അവനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഷാഡോ അത് അടിച്ചു മാറ്റിയത്. റോബിനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കാരണം അവൾക്ക് ഓൾറെഡി അതാരാണെന്ന് കറക്റ്റായിട്ട് അറിയാം. റോബിൻ പേടിയോടുകൂടെ ഇപ്പൊ അവനെ കുറിച്ച് പറയാൻ തുടങ്ങും. അവനും ആ 7 വാർലാഡ്സിൽ ഒരുത്തനാണ്. ലൂഫിയെ കഴിഞ്ഞും ഒരുപാട് കൂടുതലാണ് അവന്റെ ബൗണ്ടി. ഉടനെ ഫ്രാങ്കി ചോദിക്കും, അതുപോലെ ഒരാൾക്ക് ഈ ഐലാൻഡിൽ എന്തായിരിക്കും കാര്യം? അതിനാ ഗ്രാൻഡ്പ പറയും, അതെനിക്കറിയില്ല, പക്ഷെ അവൻ കാരണം ഇതിനോടകം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുടെ ഷാഡോ അവൻ എടുത്തുകൊണ്ട് പോയി, അത് ഈ കാട്ടിൽ വലിച്ചെറിഞ്ഞു. ആക്ച്വലി നിങ്ങളെപ്പോലും ഇവിടേക്ക് കൊണ്ടുവന്നത് അവനാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ഡബിൾ ഷോക്കാവും. ഗ്രാൻഡ്പ പറയും, അവൻ കാരണം ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. സൂര്യനെ കാണാതെ വർഷങ്ങളോളം ഞാനിവിടെ ഒളിച്ചു താമസിച്ചു. ഇനിയും എത്ര കാലം ഇതുപോലെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴെങ്കിലും ഒരേ ഒരു തവണ സൂര്യ വെളിച്ചത്തിൽ നടന്നു പോകണം എന്നതാണ്. ഈ വയസ്സായ അപ്പൂപ്പന് വേണ്ടി നിങ്ങൾ അതെങ്കിലും ചെയ്തു തരണം. ഫ്രാങ്കിക്കാണെങ്കിൽ ആ അപ്പൂപ്പന്റെ സങ്കടം കണ്ട് സഹിക്കില്ല. അവനിപ്പോ പൊട്ടിക്കരഞ്ഞ് ഉറപ്പായിട്ടും അപ്പൂപ്പനെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു പറയും. ഉടനെ ലൂഫി, ഗ്രാൻഡ്പാ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളും അന്വേഷിക്കുന്നത് ആ വില്ലനെ തന്നെയാണ്, അവനെ കയ്യിൽ കിട്ടിയ ഞങ്ങളും എടുത്തിട്ടുണ്ടനടിക്കും. ഉടനെ ലൂഫി പറയുന്ന കാര്യങ്ങൾ കേട്ട് മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന ഒരുപാട് പേര് പുറത്തേക്ക് വരും. അതിനുശേഷം അവര് ലൂഫിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ബോഡി ഗാർഡ്, അവനാണെങ്കിൽ നമ്മുടെ 3 ആൾക്കാരെയും
ചവിട്ടി തെറിപ്പിക്കും. അവര് 3 പേരും ആ ഡോറും തകർത്ത് ലബോറട്ടറിയിലേക്ക് തെറിച്ച് വീഴാണ്. അവര് പരസ്പരം ചോദിക്കും, ഇപ്പൊ എന്താ ഉണ്ടായേ, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചേ, ഇനി നമ്മൾ എങ്ങനെ സേഫ് ആയിട്ട് പുറത്തേക്ക് പോവും. പക്ഷെ അപ്പോഴായിരിക്കും അടുത്തൊരു വമ്പ ട്വിസ്റ്റ്. ഡോക്ടർ ഇപ്പോ അവരെ കണ്ടു കഴിഞ്ഞു. ആ ഡോക്ടർ ഫുൾ കലിപ്പില് നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരും, നിങ്ങളോട് ഞാൻ 100 തവണ പറഞ്ഞല്ലേ ഇവിടേക്ക് വരാൻ പാടില്ല എന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും അതന്നെ ചെയ്യാണോ. ഉസോപ്പ് ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കും. അവനിപ്പോ ആളുടെ കാല് പിടിച്ച് പറയും, ദയവ് ചെയ്ത് ഞങ്ങളോട് ദേഷ്യം തോന്നരുത്, ഞങ്ങൾ അൺയൂഷ്വൽ ആയിട്ട് ഒന്നും കണ്ടിട്ടില്ല, ഈ ഡെഡ് ബോഡി മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ഇത് കേട്ട് ഡോക്ടർക്ക് ഇപ്പൊ ഡബിൾ കലിപ്പാവും. അപ്പൊ നിങ്ങള് എന്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചല്ലേ, കുഴപ്പമില്ല, ഇനി ആ നൈറ്റ് റൈഡ് അത് തുടങ്ങാൻ അധികം സമയം ബാക്കിയില്ല. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ പിടികിട്ടും ഡോക്ടർ അവൻ എന്തൊക്കെയോ ഓൾറെഡി കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞുവെന്ന്. നാമി ചോദിക്കും, നൈറ്റ് റൈഡോ, നിങ്ങൾ എന്താ പറയണേ. അതിനാ വില്ലൻ ഡോക്ടർ ആളങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ ആ കല്ലറയുടെ അടുത്തേക്ക് വരും. അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങള് എക്സിക്യൂട്ട് ചെയ്യാനായിരിക്കും അവിടേക്ക് വരിക. പക്ഷെ സോംബീസ് ആണെങ്കിൽ തലകുത്തി മണ്ണിനടിയിൽ അങ്ങനെ പൂട്ട് കിടക്കുകയാണ്. എല്ലാവർക്കും എന്തു പറ്റി, ഡോക്ടർ പറഞ്ഞതനുസരിച്ച് നൈറ്റ് റൈഡ് അത് തുടങ്ങാൻ ഓൾമോസ്റ്റ് സമയമായി കഴിഞ്ഞു. ജോൾജിയർ സോംബീസ്, ഈ നിമിഷം തന്നെ എല്ലാവരും എഴുന്നേക്ക്, നിങ്ങൾ എല്ലാവരും ഒരിക്കൽ മരിച്ചുപോയി സോംബീസായി മാറിയവരാണ്. സോ ഒരു കാരണവശാലും ഒരു പവറിന് മുൻപിലും നിങ്ങൾ അടിയറവ് പറയാൻ പാടില്ല. നിങ്ങളുടെ യഥാർത്ഥ പവർ എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണം. സോ ഇപ്പൊ തന്നെ അതിന് തയ്യാറാവ്. ഉടനെ ഇൻവിസിബിൾ മാൻ അവനാണെങ്കിൽ അവന്റെ രൂപം അത് ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവരോട് ചോദിക്കും, ഞാൻ നിങ്ങളുടെ ആരാണ്. അതിനവരാണെങ്കിൽ ഇപ്പൊ കൈ ഉയർത്തി പറയും, നിങ്ങളാണ് ഞങ്ങളുടെ ഒരേ ഒരു ലീഡർ എന്ന് പറഞ്ഞ് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇൻവിസിബിൾ മാന്റെ യഥാർത്ഥ രൂപം അതങ്ങനെ കാണിച്ചു തരാണ്. ആക്ച്വലി ഇൻവിസിബിൾ മാൻ അതിനെ കാണാൻ ഒരു സിംഹത്തെ പോലെയാണ്. സമയമാണെങ്കിൽ ഇപ്പൊ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആത്മാക്കള് മുഴുവൻ മാൻഷനിലുള്ള ഒരു ലേഡിയുടെ ദേഹത്തേക്ക് അങ്ങനെ അബ്സോർബ് ആവുകയാണ്. ടൈം ഇപ്പോ ഓൾമോസ്റ്റ് 12 മണിയാവാൻ പോവാണ്. എല്ലാ സോംബികളും ഇപ്പൊ നൈറ്റ് റൈഡിന് സമയം എന്ന് പറഞ്ഞ് ആ മുറിയുടെ അടുത്തേക്ക് ഓടുകയാണ്. കട്ട് ചെയ്ത ഒരു ഭീമൻ മനുഷ്യനെ കാണിക്കും. ഇവനാണ് ആ ഗക്കോ മുറിയ. 2 ദിവസം മുൻപ് നൈറ്റ് റൈഡിനൊക്കെ പോയി ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങാണ്. ഇപ്പൊ ആള് പതിയെ എഴുന്നേക്കും. ഉടനെ കുറച്ച് മോൺസ്റ്റേഴ്സ് ഇപ്പൊ ആളുടെ അടുത്തേക്ക് വരും. അവര് പറയും, ഇത്തവണ നമുക്ക് വലിയ ഇരകളെയാണ് കിട്ടിയിരിക്കുന്നത്. ആ എനിസ് ലോബി ലാൻഡ് അത് മുഴുവനായിട്ട് തകർക്കാൻ കാരണക്കാരായ 600 മില്യൺ ബൗണ്ടീസ് ഉള്ള ഒരു വലിയ ടീം. അവനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് ആ മാൻഷനിലേക്ക് കയറാൻ നോക്കും. അപ്പോഴാണെങ്കിൽ ഭയങ്കര മഴ. ലൂഫി നൈസായിട്ട് ആ മാൻഷന്റെ പുറകു ഭാഗത്തേക്ക് നോക്കും. അപ്പൊ എന്തോ ഒരു വലിയ രൂപം അവൻ ആ മാൻഷന്റെ തൊട്ട് പിറകിൽ കാണും. അപ്പോഴായിരിക്കും ലൂഫി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ആ മാൻഷന്റെ തൊട്ട് പുറകില് വലിയൊരു പൈററ്റ് ഫ്ലാഗ്. ലൂഫി ചോദിക്കും, ഇതൊരു പൈററ്റ് ടീമാണോ, അപ്പൊ ഈ ഒരു ഐലാൻഡ് അത് സെയിൽ ചെയ്ത് മുൻപോട്ട് പോവാണോ. അതിനാ ഗ്രാൻഡ് പറയും, അതെ, ആ ത്രില്ലർ പാർക്ക് ഈ മൊത്തം ഐലാൻഡിനെ അങ്ങനെ സെയിൽ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ തിരിച്ചറിയുക, ആക്ച്വലി ലോകത്തിലെ ഏറ്റവും വലിയ പൈററ്റ് ഷിപ്പിലാണ് അവരിപ്പോ ഉള്ളത്. ഇതൊരു വില്ലേജ് പൈററ്റ് ഷിപ്പാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ക്ലോക്ക് കാണിക്കും. 12 മണിയാവാൻ ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുത്തനാണെങ്കിൽ നിലവിളിച്ച് പറയും, സോംബീസ് എല്ലാവരും റെഡി ആവണം, ആ പൈററ്റ് ടീമിനെ തകർക്കാൻ അതിന് സമയമായി. ഇവിടെ മാൻഷനിലെ ലേഡി അവളാണെങ്കിൽ ഇപ്പൊ സ്റ്റൈലായിട്ട് പുറത്തേക്ക് വരും. അവളെ കാണാൻ ഒരുപാട് സോംബീസ് ചുറ്റും കൂടി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ ടീമും അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ ഗേറ്റും തുറന്ന് മാൻഷന്റെ അകത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.